ഒഴിക്കേ, നിറച്ചൊഴിക്കേ, ഒഴിക്കടാ. എന്താ പറക്കേട്ടാ, പാതിരീനെ കണ്ടം തുണ്ടം വെട്ടിട്ട് കലിപ്പ് തീർന്നില്ലേ? വെറും പാതിരിയല്ല, അർണോസ് പാതിരി. അങ്ങനെയാണല്ലോ ഈ നാട്ടുകാരെ ഓമനിച്ച് വിളിച്ചേന്നത്. എന്റെ ആയുസ് വെട്ടന്നെ പാതിരിയുടെ ചങ്കില. പിന്നെ എടുക്കാൻ പറ്റില്ലേ പാതിരിക്ക്? അല്ലെങ്കിലും മർമ്മസ്ഥാനത്ത് ആയത്ത് വിട്ടുവിട്ടല്ലോ അനപ്പനെ കഴിച്ച വേറെ. അതന്നെ, എന്തൊക്കെയായിരുന്നു സംസ്കൃതം പഠിക്കല്, ചതുരംഗം കളിക്കല്, നിഘണ്ടു എഴുതല്, കഴിഞ്ഞില്ലേ എല്ലാം. അതെ അതെ, അല്ലെങ്കിലും സമ്പാളൂരുന്ന ഒരു കത്താരിപ്പം നമ്മളങ്ങനെ ഭരിക്കണ്ട. നാടുവാഴി നമ്മുടെ ആളായതുകൊണ്ടേ നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. 30 വെള്ളിക്കാശാണ് നിങ്ങളെ 3 പേരും കൂടി രക്ഷിക്കാൻ തന്നിരിക്കുന്നത്. അത് കുറവാണ്. ലോകരക്ഷകനായ യേശു ക്രിസ്തുവിനെ പോലും 30 വെള്ളിക്കാശിനാ യൂദാസ് ഒറ്റി കൊടുത്തത്. യേശുവിനെയൊക്കെ വലുതൊന്നുമല്ലല്ലോ അർണോസ് പാതിരി. അല്ല, ഈ നാടുവാഴി അർണോസ് പാതിരിയുടെ കൊലപാതകം ഈ രാജാവിന്റെ മുമ്പിൽ എങ്ങനെയാ അവതരിപ്പിക്കണേ? അത് വളരെ ലളിതമല്ലേ. അർണോസ് പാതിരി എന്ന് നാട്ടുകാർ ഓമന പേരിട്ട് വിളിക്കുന്ന ജോൺ ഏണസ്റ്റ് ഹാങ്ഫ്ലൈഡ് എന്ന ജർമ്മൻ പാതിരി പഴയങ്ങാടി ദേശത്ത് വരികയും അവിടെ പള്ളി പണിയുന്നതിനും അദ്ദേഹത്തിന് താമസിക്കുന്ന ഭവനം പണിയുന്നതിനും സ്ഥലം അന്വേഷിച്ചു. ഒടുവിൽ വെങ്കിലശ്ശേരി ദേശത്ത് പെരുവഴിക്കാട്ട് തറവാട്ടുകാരായ ഹൈന്ദവരാണ് സ്ഥലം ദാനമായി നൽകിയത്. ഇതിൽ ഒരു വിഭാഗം ആൾക്കാർക്ക് കടുത്ത അമർഷവും എതിർപ്പും ഉണ്ടായിരുന്നു. ആ എതിർപ്പാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. എന്താ പോരെ? ചുരുക്കി പറഞ്ഞല്ലേ, നിങ്ങള് അർണോസ് പാതിരി കൊന്നത് അവരാണല്ലേ? അർണോസ് പാതിരിയുടെ ജീവിതവും ചരിത്രവും നമ്മുടെ വരും തലമുറ അങ്ങനെ പഠിച്ച് വളരട്ടെ. ചരിത്രത്തിൽ വലിയൊരു തെറ്റുണ്ടല്ലോ ചേട്ടന്മാരെ. നീ ആരാ? ഞാനൊരു വഴിപോക്കൻ. അതിനിത് വഴിയല്ലല്ലോ. നീ ഞങ്ങൾ പറയുന്നത് മുഴുവൻ കേട്ടോ? കേട്ടല്ലോ, അതുകൊണ്ടാണല്ലോ ചരിത്രത്തിൽ തെറ്റുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. എന്താ തെറ്റ്? നീ എന്താ ഉദ്ദേശിക്കുന്നേ? അർണോസ് പാതിരിയെ കൊല്ലാൻ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ നിങ്ങൾ അതിക്രമിച്ചു കയറിയെന്ന് പറയുന്നത് ശരി തന്നെ. പക്ഷെ വെട്ടിക്കൂട്ടിയത് മുഴുവൻ വാഴപ്പിണ്ടി ആയിരുന്നല്ലോ കൂട്ടരെ. എന്ത് ഭ്രാന്താണ് നീ പറയുന്നത്? അർണോസ് പാതിരിയുടെ അടുത്തേക്ക് പറഞ്ഞു വരാൻ വർക്കിയ അയാളെ. നീ ആരാ? നിന്നെ ഇപ്പോ ഇങ്ങോട്ട് ആരാ വിളിച്ചത്? പാതിരി, അർണോസ് പാതിരി, അർണോസ് പാതിരി. അല്ല, ഇതൊരു കോത്തയോ? എന്താ ഈ നേരത്ത്? ഷാപ്പടച്ച് വീട്ടിൽ പോയില്ല ഇതുവരെ? ഇല്ല പാതിരി, ഞാൻ ഷാപ്പിന്നാ വരണേ. അവിടെ ലോനപ്പേട്ടനും തമ്പിയും വർക്കിച്ചേട്ടനൊക്കെ ഇന്ന് രാത്രി പാതിരിയെ കൊല്ലാൻ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് പാതിരി ഇവിടെ നിന്ന് രക്ഷപ്പെടണം. ഇതെന്റെ ഒരു അപേക്ഷയാണ്. കോത്ത ധൈര്യമായി പോയിക്കോളൂ, വേണ്ടതുപോലെ ഞാൻ ചെയ്തോളാം. എന്റെ ശൗര്യാരി പുണ്യാള, ഞങ്ങളുടെ പാതിരിയെ കാത്തോളണേ. വെളിപ്പുറത്തെത്തുക എന്നതാണ് എന്റെ ഒരു രീതി. അത് നന്മയുള്ളവർക്ക് അനുഗ്രഹവും തിന്മയിൽ ചരിക്കുന്നവർക്ക് നാശവും. അതായത് നിങ്ങളുടെയൊക്കെ നാശമെന്ത്? ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അതുകൊണ്ട് സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്താതിരിക്കുക. വിളിച്ചാൽ വിളിപ്പുറത്ത് ഞാനുണ്ട്, നിങ്ങളുടെ ശൗര്യാർ.